നമസ്കാരം. കെ സ്മാർട്ടിൻ്റെ വരവോടെ ഈ സാമ്പത്തിക വർഷം മുതൽ സാഖ്യ, സേവന, ILGMS തുടങ്ങിയ എല്ലാ പോർട്ടലുകളും ഇല്ലാതായിരിക്കുകയാണ്. ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം സുലേഖ മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ബിൽ റിക്വസിഷൻ നൽകാനായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സാഖ്യയാണ്. ഈ സാഖ്യ അപ്രസക്തമായതോടെ LSGD ഫണ്ടുകളുടെ വിനിയോഗം നടക്കണമെങ്കിൽ കെ സ്മാർട്ട് നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കണം. കെ സ്മാർട്ടിലൂടെ ബില്ല് റിക്വസിഷൻ നൽകുകയും അതിനുശേഷം ബില്ല് ജനറേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യുകയും ഫണ്ട് മാറുകയും ചെയ്ത ഒരു സ്ഥാപനത്തിലെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറുടെ അനുഭവത്തിൽ നിന്നും സാഖ്യയേക്കാൾ എന്തുകൊണ്ടും മെച്ചമാണ് കെ സ്മാർട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാഖ്യയേക്കാൾ യൂസർ ഫ്രണ്ട്ലിയാണ് പുതിയ കെ സ്മാർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത്രയേറെ എളുപ്പമാണ് ഈ കെ സ്മാർട്ട് എങ്കിൽ നമുക്ക് ആ കെ സ്മാർട്ടിൽ എങ്ങനെയാണ് ഒരു ബിൽ റിക്വസിഷൻ ചെയ്യുന്നതെന്ന് വളരെ വേഗം ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഒരു പുതിയ രീതി പരിചയപ്പെടുന്നതായതുകൊണ്ട് ചില ബാലാരിഷ്ടതകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടായേക്കാം. എങ്കിലും കൂടുതൽ അറിവുള്ളവർ അത്തരം കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിനും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ മറ്റ് സബ്സ്ക്രൈബേഴ്സിനുമൊക്കെ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ചില കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കെ സ്മാർട്ടിൽ റിക്വസിഷൻ സബ്മിറ്റ് ചെയ്യുന്നതെന്ന് പറയാം. കെ സ്മാർട്ടിൽ ഒരു സ്ഥാപനത്തെ ഒരു പ്രോജക്റ്റ് യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പ്രോജക്റ്റ് യൂണിറ്റ് സെറ്റ് ചെയ്ത് തരേണ്ടത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഒറ്റവാക്കിൽ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസാണ് ഒരു പ്രോജക്റ്റ് യൂണിറ്റ് എന്ന് പറയാം. ബന്ധപ്പെട്ട LSGD ബഡ്ജറ്റ് എൻട്രി നടത്തിയാണ് നമ്മുടെ പ്രോജക്റ്റ് കെ സ്മാർട്ട് വഴി നമുക്ക് അയച്ചു തരുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്: ബെനിഫിഷ്യറി ആഡ് ചെയ്യുക, ക്ലെയിം എൻട്രി നടത്തുക, റിക്വസിഷൻ സബ്മിറ്റ് ചെയ്യുക, റിക്വസിഷൻ ഓതറൈസ് ചെയ്ത് വന്ന ശേഷം ബില്ല് സെൻഡ് ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ നടത്തേണ്ട കാര്യങ്ങൾ. അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ഓഫീസിൽ 3 ജീവനക്കാർക്കാണ് കെ സ്മാർട്ടിൽ പ്രവേശിച്ച് ബിൽ സബ്മിറ്റ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്. ആ ഉദ്യോഗസ്ഥരുടെ റോളുകൾ ഇതാണ്: ഒന്നൊരു ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും, ഒരു വെരിഫയർ ഉണ്ടായിരിക്കും, ഒരു അപ്രൂവർ ഉണ്ടായിരിക്കും. ഓപ്പറേറ്റർ എന്നത് ആ ഓഫീസിലെ ഒരു ക്ലർക്കായിരിക്കും. അതിൻ്റെ വെരിഫയർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സീനിയർ ആയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ, ഒരു ഹെഡ് ക്ലർക്കോ അല്ലെങ്കിൽ ഒരു ജൂനിയർ സൂപ്രണ്ടോ ഒക്കെ ആയിരിക്കും. അപ്രൂവർ എന്ന് പറയുന്നത് നമ്മുടെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് 3 റോളുകൾ. അപ്പോൾ ഒരു സംശയം, ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ മാത്രമുള്ളൊരു ഓഫീസുണ്ടല്ലോ. ഇപ്പോൾ പല ഓഫീസുകൾ നമ്മളെടുക്കാം. ഉദാഹരണമായിട്ട് ഒരു മൃഗാശുപത്രി, അവിടെ ക്ലറിക്കൽ സ്റ്റാഫ് ഇല്ല. ആയുർവേദ ആശുപത്രി, ചില PHSCകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ ഫീൽഡ് സ്റ്റാഫ് ഉണ്ടാകും, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാകും. ഇവരെയൊക്കെ നമുക്ക് ഈ ജോലി ഏൽപ്പിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവിടെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ തന്നെ ഈ 3 റോളും കൈകാര്യം ചെയ്യും. അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പറഞ്ഞ് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറെ തന്നെ ഓപ്പറേറ്ററും വെരിഫയറും അപ്രൂവറും ആക്കി മാറ്റണം. എന്നിട്ട് വേണം പ്രോജക്റ്റ് യൂണിറ്റ് സെറ്റ് ചെയ്യിക്കേണ്ടത്. ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർക്കും ഇതുപോലെ ഒഫീഷ്യൽസിനെ അസൈൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയും. എന്നാൽ ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ പഞ്ചായത്തിനെ തന്നെ ഈ ജോലി ഏൽപ്പിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മുടെ ജീവനക്കാരുടെ പേര് വിവരം പഞ്ചായത്തിൽ കൊടുക്കുക, അവർ തന്നെ ഈ റോളുകൾ അസൈൻ ചെയ്ത് തരുന്നു. ഇനിയല്ല പഞ്ചായത്തിൽ നിന്നും അത് ചെയ്തു തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർക്ക് തന്നെ അത് ചെയ്തെടുക്കാനും കഴിയും. അത്തരം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. കാരണം വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ തന്നെ എന്തായാലും ഒരു 20 മിനിറ്റിനടുത്തോളം പോകുമെന്നറിയാം. അത്തരം കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം. ഇവിടെ ഈ 3 റോളുകളും ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസിൽ എങ്ങനെയാണ് റിക്വസിഷൻ സബ്മിറ്റ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് ഓപ്പറേറ്ററും വെരിഫയറും അപ്രൂവറും ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ തന്നെയാണ്. ഓരോ ഒഫീഷ്യൽസിൻ്റെയും ഡ്യൂട്ടിയൊക്കെ പ്രത്യേകം പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ പിന്നാലെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയുടെ വർക്ക് ഫ്ലോ ഒന്ന് പറയാം. എങ്ങനെയാണ്? ആദ്യം ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറാണ് കെ സ്മാർട്ടിൽ ലോഗിൻ ചെയ്ത് പ്രോജക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുന്നത്. അതെല്ലാം നമ്മളിവിടെ പ്രാക്ടിക്കലായി കാണിക്കുന്നുണ്ട്. അദ്ദേഹം അത് ഓപ്പറേറ്റർക്കാണ് നൽകുന്നത്. ഓപ്പറേറ്റർ ബെനിഫിഷ്യറിയെ ആഡ് ചെയ്ത് ക്ലെയിം എൻട്രി നടത്തുന്നു. എന്നിട്ടത് വെരിഫയർക്ക് വെരിഫിക്കേഷന് വേണ്ടി അയക്കുന്നു. വെരിഫയർ വീണ്ടും അത് അപ്രൂവലിനായി ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർക്ക് നൽകുന്നു. വെരിഫിക്കേഷന് ശേഷം ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ അത് അപ്രൂവ് ചെയ്യുന്നു. അത് വീണ്ടും ഓപ്പറേറ്റർക്ക് അയക്കുന്നു. ഓപ്പറേറ്റർ അത് റിക്വസിഷൻ ചെയ്യുന്നു. ആ റിക്വസിഷൻ വീണ്ടും ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർക്ക് ലഭിക്കുന്നു. ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ അത് ഓതറൈസ് ചെയ്യുന്നതിനായി അയക്കുന്നു. ഓതറൈസ് ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അവിടെ നിന്നും ഓതറൈസ് ചെയ്ത് വീണ്ടും ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർക്ക് ലഭിക്കുന്നു. അദ്ദേഹം അത് ബിൽ ജനറേറ്റ് ചെയ്ത് ബിൽ സെൻഡ് ചെയ്യുന്നു. ഫണ്ടിൻ്റെ സ്വഭാവം അനുസരിച്ച് LSGDയിലേക്കോ BIMSലേക്കോ ഒക്കെ നമുക്ക് ബിൽ സെൻഡ് ചെയ്യാൻ കഴിയും. ഇവിടെ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഓപ്പറേറ്ററും വെരിഫയറും അപ്രൂവറും ഒരാൾ തന്നെയാണെങ്കിലും
ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ലോഗൗട്ടായി റീലോഗിൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഉദാഹരണമായി ഓപ്പറേറ്റർ ക്ലെയിം എൻട്രി നടത്തി വെരിഫയർക്ക് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ലോഗൗട്ട് ആയതിനു ശേഷമാണ് വെരിഫയർ ആയിട്ട് ഇദ്ദേഹം ലോഗിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വെരിഫയർ ഇത് അപ്രൂവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അപ്രൂവറുടെ ഡ്യൂട്ടി ചെയ്യുന്നതിന് മുമ്പായി വെരിഫയർ ലോഗൗട്ട് ആവണം. അതിനുശേഷം ഒന്നുകൂടി റീലോഗിൻ ചെയ്യണം. ഇത് ഒരു ടിപ്പാണ്. എല്ലായ്പ്പോഴും ഇത് വേണമെന്നില്ല, എന്നാൽ ചില സമയത്ത് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഈ അയക്കുന്ന ബില്ല് പഞ്ചായത്തിലേക്കാണ് അയക്കുന്നതെങ്കിൽ അവർ തന്നെ ആ ഫണ്ട് ബന്ധപ്പെട്ട ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിലേക്ക് മാറി നൽകും. ഇനി പ്ലാൻ ഫണ്ട് ഉൾപ്പെടെയുള്ള മറ്റ് ഫണ്ടുകളാണെങ്കിൽ എന്ത് ചെയ്യണം? ബിംസിൽ ലോഗിൻ ചെയ്ത ശേഷം മുമ്പൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന ബില്ലുകൾ എങ്ങനെയാണോ നമ്മൾ സെൻഡ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒന്ന് ചെയ്തു നോക്കാം. അതിനായി നമുക്ക് കെ സ്മാർട്ടിലേക്ക് പോകാം. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതുപോലെ ഒരു പേജിലായിരിക്കും നമ്മൾ ചെല്ലുക. ഇവിടെ പെൻ നമ്പർ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഏത് പെൻ നമ്പറാണ്? നമുക്ക് പഞ്ചായത്തിൽ നിന്നും നമ്മുടെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർക്ക് അനുവദിച്ചിരിക്കുന്ന പെൻ നമ്പറാണ്. നമ്മുടെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ തന്നെയാണ് ഈ 3 റോളുകളും കൈകാര്യം ചെയ്യുന്നത്. പഞ്ചായത്തിൽ നിന്നും ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർക്ക് അയച്ചിരിക്കുന്ന പെൻ നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്തു. അതിനുശേഷം ഈ സെൻഡ് OTP ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സക്സസ് പറയുന്നു. OTP സെൻഡ് സക്സസ്ഫുള്ളി. ഈ OTP ചെന്നിരിക്കുന്നത് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറുടെ മൊബൈൽ ഫോണിലാണ്. അത് നമ്മളിവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. OTP എൻ്റർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നോക്കുക, ഇത് എൻ്റെ ഹോം പേജാണ്. ഹോം പേജിൽ ഓൾ ഫയൽസ് 9. അതായത് ഈ രീതിയിൽ നമുക്ക് ഫയൽസ് നമ്മുടെ ഓഫീസിലേക്ക് പഞ്ചായത്തിൽ നിന്നും അയക്കുന്ന, നമ്മുടെ LSTD ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും അയക്കുന്ന ഫയലുകളാണ്. അത് നമ്മുടെ ഇൻബോക്സിലായിരിക്കും കിടക്കുന്നത്. ഇവിടെ നോക്കുക, ഇൻബോക്സ്, സർവീസസ്, മൈ സർവീസസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അനലിറ്റിക്സ്, പ്രൊഫൈൽ. നമ്മളിവിടെ ഇൻബോക്സ് നോക്കുന്നു. ഇവിടെ ചില ഫയലുകൾ, ഒന്ന് കാമ്പയിൻ അഗൻസ്റ്റ് ഒഫൻസസ്, നമ്മുടെ ഓഫീസിലേക്കുള്ള ഫയലുകളാണ്, പഞ്ചായത്തിൽ നിന്നും അയച്ചിരിക്കുന്നതാണ്. ഇവിടെ പ്രോജക്റ്റ് എക്സ്പെൻഡിച്ചർ വേജസ് ടു പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇത് നമ്മുടെ സുലേഖയിൽ അപ്രൂവലായിട്ടുള്ള നമ്മുടെ ഒരു പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ ആർദ്രം പ്രോജക്റ്റ്, ഇത് നമ്മുടെ സുലേഖയിൽ അപ്രൂവലായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പം നമ്മുടെ പ്രോജക്റ്റുകളെല്ലാം വരുന്നത് ഈ ഇൻബോക്സിൽ ഓരോ ഫയലുകളായിരിക്കും. ഇവിടെ നോക്കുക, ഫയൽ നമ്പർ 157-49-94/25, ക്രിയേറ്റഡ് ഓൺ 14/5/25. അത് 14-ാം തീയതി ക്രിയേറ്റ് ചെയ്തൊരു ഫയലാണ്. ഇവിടെ നോക്കുക, അടുത്തൊരു ഫയല് പ്രോജക്റ്റ് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഫയൽ നമ്പർ ഇവിടെയുണ്ട്. പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ റിക്വസിഷൻ ചെയ്യുന്നതിന് ആദ്യമായി സെലക്ട് ചെയ്യേണ്ടത്. എന്താണ്? ഈ ഫയലാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ന്യൂ ആണ് വന്നിരിക്കുന്നത്. ഈ ന്യൂ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് 2 നമ്മൾ ചെയ്തിട്ടതായിരിക്കും. ഇവിടെ ന്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ന്യൂ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ്, ഫയൽ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ആരാണ് നമുക്ക് സബ്മിറ്റ് ചെയ്ത് തന്നത്, ഇത് പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. അത് തന്നിട്ടുണ്ട്. ഏത് ഡേറ്റ് ആണ്, കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ആണ്. ഇപ്പോൾ നമ്മളാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാനുള്ളത്? റിക്വസിഷൻ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ടൈറ്റിലുണ്ട്, പ്രോജക്റ്റ് എക്സ്പെൻഡിച്ചർ ഫയലുണ്ട്, വ്യൂ, നമ്മുടെ ആ പ്രോജക്റ്റ് നമ്മൾ സുലേഖയിൽ കാണുന്ന അതേ PDF വ്യൂ നമുക്കിവിടെ കാണാൻ കഴിയും. ഞാനിവിടെ ഈ 3 വരകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണാം: ജനറൽ, ഫിനാൻസ്, അതർ. ഇതിലാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ജനറൽ നമ്മൾ എടുക്കുന്നു. ഇതിൽ എന്തൊക്കെയുണ്ട്? ഡ്രാഫ്റ്റ് ഉണ്ട്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഞാൻ പറയുന്നത് പെരിഫറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യം മാത്രമാണ്. ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ തന്നെയാണ് അവിടുത്തെ 3 റോളുകളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബെനിഫിഷ്യറിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോജക്റ്റിൽ എത്ര ബെനിഫിഷ്യറി ഉണ്ടോ അത്രയും ബെനിഫിഷ്യറീസിന് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് റിക്വസിഷൻ നൽകാൻ കഴിയുന്നത്. സാഖ്യയിൽ നമുക്കതറിയാം. ഏത് പ്രോജക്റ്റും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ബെനിഫിഷ്യറിയെ ആഡ് ചെയ്യണം. നമ്മളിവിടെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ പോവുകയാണ്. ബെനിഫിഷ്യറി, അപ്പോൾ ജനറലിൽ ബെനിഫിഷ്യറി സെലക്ട് ചെയ്തു. അപ്പോൾ ഇതുവരെ ഈ പ്രോജക്റ്റിൽ ഒരു ബെനിഫിഷ്യറിയെയും ആഡ് ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവുമായിരുന്നു. എന്നാൽ ഇവിടെ ആരെയും ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് ബെനിഫിഷ്യറി കൊടുക്കുകയാണ്. ആഡ് ബെനിഫിഷ്യറിയിൽ നോക്കുക, ഇൻഡിവിജ്വലാണ്. ഒരു സ്ഥാപനത്തെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യാമായിരുന്നു. ഇവിടെ നമ്മളൊരു വ്യക്തിയെയാണ് നമ്മൾ പ്രോജക്റ്റിലേക്ക് മാപ്പ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇൻഡിവിജ്വൽ തന്നെ കിടക്കുന്നു. ഇൻസൈഡ് ലോക്കൽ ബോഡി, നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെയുള്ള ഒരാളാണെങ്കിൽ ഇൻസൈഡ് ലോക്കൽ ബോഡി. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ പഞ്ചായത്തിന് വെളിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇവിടെ ജോലി ചെയ്യാനുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് അൺടിക്ക് ചെയ്യുക. എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസൈഡ് ലോക്കൽ ബോഡി ആയതുകൊണ്ട് ഇത് ടിക്കായി കിടക്കട്ടെ. ഇവിടെ നമ്മൾ ഇൻസൈഡ് ലോക്കൽ ബോഡി സെലക്ട് ചെയ്തു. മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. ആ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത്
ഈ ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പറാണ്. ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചോദിക്കുന്നു മൊബൈൽ നമ്പർ നോട്ട് രജിസ്റ്റേർഡ് ഇൻ കെ സ്മാർട്ട്, ക്രിയേറ്റ് കെ സ്മാർട്ട് അക്കൗണ്ട് ടു പ്രൊസീഡ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കെ സ്മാർട്ടുമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. എന്നാൽ ഇങ്ങനെ രജിസ്ട്രേഷൻ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമേ നമ്മുടെ വിൻഡോയിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ തൽക്കാലം രജിസ്റ്റർ ചെയ്യുന്നില്ല. എല്ലാ ജീവനക്കാരും എല്ലാ പൊതുജനങ്ങളും കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ തൽക്കാലം അത് വെറുതെ വിടുന്നു. നമ്മൾ ക്യാൻസൽ കൊടുക്കുന്നു. അതിനുശേഷം വാട്സപ്പ് നമ്പർ, ഇത് തന്നെയാണ് വാട്സപ്പ് നമ്പറെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അല്ല വേറൊരു നമ്പറാണ് വാട്സപ്പ് നമ്പറെങ്കിൽ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇവിടെ ഇത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പർ, അത് നമ്മൾ ടിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് തന്നെ ഇവിടെ വന്നു. ഇനി ആധാർ നമ്പറാണ് അദ്ദേഹത്തിൻ്റെ ആധാർ നമ്പർ. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ടാവണം. ആധാർ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ആധാർ നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം ബെനിഫിഷ്യറിയുടെ നെയിമാണ്. മാൻഡേറ്ററി ഫീൽഡ്സ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്യുക. ഇവിടെ സ്റ്റാർ മാർക്കുള്ളതെല്ലാം ഫില്ല് ചെയ്യുക. ബെനിഫിഷ്യറി നെയിം നമ്മൾ ആഡ് ചെയ്യുകയാണ്. ബെനിഫിഷ്യറിയുടെ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ വേണം നിർബന്ധമില്ല. അതുപോലെ തന്നെ ഹൗസ് നെയിം, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് നമുക്ക് എൻ്റർ ചെയ്യാം. പോസ്റ്റ് ഓഫീസ് എൻ്റർ ചെയ്യുക. സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ പോസ്റ്റ് ഓഫീസ് ഉള്ള പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ അവിടെ വന്നിരിക്കും. നമ്മൾ ആ പോസ്റ്റ് ഓഫീസ് എൻ്റർ ചെയ്തു. ഒരു മെയിൻ പ്ലേസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ മെയിൻ പ്ലേസ് ഒക്കെ എൻ്റർ ചെയ്യുന്നത് ഇത് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ മെയിൻ പ്ലേസ് ഒക്കെ ആയിരിക്കും. അത് മലയാളത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ജെൻഡർ സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് ആവശ്യമുള്ളത് മാത്രം. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇൻകം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എൻ്റർ ചെയ്യാണ്. അടുത്തതായി അക്കൗണ്ട് ടൈപ്പ് എൻ്റർ ചെയ്യുന്നു. അത് ബാങ്ക് ആണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ബാങ്ക് സെലക്ട് ചെയ്തു. ഇനിയുള്ളത് അക്കൗണ്ട് ഐ ഡി ആണ്. അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയതുകൊണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഇനിയുള്ളത് ഏത് ബാങ്ക് ആണെന്നുള്ളതാണ്. ആ ബാങ്കിൻ്റെ പേരുകളെല്ലാം തന്നെ താഴെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ബന്ധപ്പെട്ട ബാങ്കിൻ്റെ പേര് സെലക്ട് ചെയ്തു. ബാങ്ക് ഏത് ബ്രാഞ്ച് ആണെന്നുള്ളതാണ്. ബ്രാഞ്ച് നെയിം താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആ ലിസ്റ്റിൽ നിന്നും നമുക്ക് ബന്ധപ്പെട്ട ബാങ്കിൻ്റെ നെയിം സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ IFSC കോഡ് അവിടെ ഓട്ടോമാറ്റിക്കായി വന്നിരിക്കും. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ബന്ധപ്പെട്ട ആളുടെ അക്കൗണ്ട് നമ്പർ എല്ലാം നമ്മൾ വാങ്ങി വെച്ചിരിക്കും. അക്കൗണ്ട് നമ്പർ നമ്മൾ എൻ്റർ ചെയ്തു. അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് സേവ് ബെനിഫിഷ്യറി. നമ്മൾ സേവ് ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ബെനിഫിഷ്യറി സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 3 ബെനിഫിഷ്യറീസിനെ ഇതുവരെയായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ 3 പേരുടെയും പേരുവിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ബെനിഫിഷ്യറീസിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ആ ഒരു പെൻ ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും കഴിയും. എഡിറ്റ് ചെയ്ത ശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ബെനിഫിഷ്യറി അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരും. അപ്പോൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. നോക്കുക, നമ്മൾ ആഡ് ചെയ്ത 3 ബെനിഫിഷ്യറീസിനെയും നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റിക്വസിഷൻ നൽകുക എന്നതാണ്. റിക്വസിഷൻ നൽകുന്നതിന് മുമ്പായി നമുക്ക് ക്ലെയിം എൻട്രി നടത്തണം. ആ ക്ലെയിം എൻട്രി നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഈ കാണുന്ന ഹാംബർഗർ അഥവാ 3 വരകളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിലെ രണ്ടാമത്തെ ബട്ടണായ ഫിനാൻസ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ തുറന്നു വരുന്ന ആ ക്ലെയിം ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇന്റേണൽ ക്ലെയിമിൻ്റെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ ഫണ്ട് ശ്രദ്ധിക്കുക. ഏത് ഫണ്ടാണോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ആ ഫണ്ട് അവിടെ ഉണ്ടായിരിക്കും. അത് നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഫണ്ടാണ് കിടക്കുന്നത്. ഓൺ ഫണ്ടാണെങ്കിൽ അതായിരിക്കും അവിടെ കിടക്കുന്നത്. ഏതായാലും ആ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതിന് തൊട്ട് താഴെയായി അക്കൗണ്ട് ഹെഡ്, നെയിം ഓഫ് അക്കൗണ്ട്, ആ ഒരു പ്രോജക്റ്റിലെ ആകെ എമൗണ്ട് എത്രയാണ്. ഇവിടെ 11,50,000 രൂപയാണ്. ആ ബാലൻസ് തുക ഉൾപ്പെടെ അവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഇനി നമ്മൾ ക്ലെയിം എമൗണ്ട് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലെയിം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള തുക എത്രയാണ്. ഇപ്പോൾ 3 പേരുടെ ശമ്പളമാണെങ്കിൽ ആ 3 പേരുടെ ശമ്പളം ചേർന്ന ആകെ തുകയാണ് നമ്മളവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ആ എമൗണ്ട് എൻ്റർ ചെയ്തു. തൊട്ട് താഴെ കാണുന്നത് ക്ലെയിം നെയിമാണ്. ആ ക്ലെയിം എന്താണ്? ഇവിടെ പാലിയേറ്റീവ് കെയർ ആണ് ആ ക്ലെയിം നെയിം. തൊട്ട് താഴെയുള്ള ബട്ടൺ പേയിയെ സെലക്ട് ചെയ്യാനുള്ളതാണ്. നമ്മൾ സെലക്ട് പേയി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മാപ്പ് ചെയ്തിട്ടുള്ള മുഴുവൻ ബെനിഫിഷ്യറീസിൻ്റെയും നെയിം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കവിടെ സെർച്ച് ബട്ടണിൽ ചെന്നിട്ട് ഒരാളുടെ പേര് എൻ്റർ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഇതിൽ നിന്നും പേയിയെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. 3 പേയീസിനെയും നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. 3 പേർക്കും എമൗണ്ട് പോകാനുള്ളതാണ്.
തൊട്ട് താഴെയുള്ള സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓരോരുത്തർക്കും കിട്ടേണ്ട തുക എത്രയാണെന്ന് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. 3 പേർക്കും കൂടി കൊടുക്കാനുള്ള ആകെ തുക അവിടെ നമുക്ക് കാണാം. ആ തുക അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റിമാർക്സ് വേണമെങ്കിൽ എഴുതിയാൽ മതി. എന്തായാലും ഞാൻ സേവ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ക്ലെയിം ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്ലെയിം അപ്രൂവ് ചെയ്യുകയാണ്. ഇവിടെ 3 റോളുകളും ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയുന്നത്. നമുക്കിവിടെ ഒരു റിമാർക്ക് വേണമെങ്കിൽ ഓക്കെ എന്ന് എഴുതാം, അല്ലെങ്കിൽ അപ്രൂവ്ഡ് എന്ന് എഴുതിയതിന് ശേഷം അപ്രൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ചോദിക്കുന്നു ഡു യു വാണ്ട് ടു സെൻഡ് ദ ഫയൽ. നോ കൊടുക്കാം, അല്ലെങ്കിൽ യെസ് കൊടുക്കാം. നമ്മളിവിടെ യെസ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മെസ്സേജ് വരുന്നു, പ്ലീസ് സെലക്ട് ദ പേഴ്സൺ ടു ഫോർവേഡ് ദിസ് ഫയൽ. ഈ ഫയൽ ആർക്കാണ് നമ്മൾ അയക്കാൻ പോകുന്നത്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ക്ലെയിം അപ്രൂവ്ഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ റിക്വസിഷൻ അയക്കാൻ പോകുന്നത്. അതിനായി വീണ്ടും ആ ഫയൽ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ആ 3 വരകളിൽ ഹാംബർഗറിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫിനാൻസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം റിക്വസിഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആവുകയാണ്. നമ്മൾ ആ ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ആ പ്ലസ് സൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രോജക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. അക്കൗണ്ട് ഹെഡ് നമ്മൾ ഈ ചുവന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഇവിടെ പ്രോജക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഹെഡ് നമുക്ക് കാണാം. അക്കൗണ്ട് ഹെഡിൽ ബിൽ ടൈപ്പ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. വർക്ക് ബില്ലാണോ, അതേഴ്സ് ആണോ, സപ്ലയർ ആണോ എന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ അതേഴ്സ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഡെബിറ്റ് ഹെഡ് സെലക്ട് ചെയ്യാം. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അലോപ്പതിയാണ് ഹെഡ്. എമൗണ്ട് അവിടെ ഉണ്ട്, ടോട്ടൽ എമൗണ്ട് ആണ്. റിക്കവറീസ് ഉണ്ടെങ്കിൽ നമുക്കവിടെ എൻ്റർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രൊസീഡ് കൊടുക്കാം. അക്കൗണ്ട് ഹെഡ് ആഡ് ചെയ്യപ്പെട്ടതായി മെസ്സേജ് വന്നിട്ടുണ്ട്. തൊട്ട് താഴെയുള്ളത് പേയ് ഡീറ്റെയിൽസ് ആണ്. ആ പേയ് ഡീറ്റെയിൽസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ നമ്മൾ സോഴ്സ് ഫണ്ടാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം അതൊരു ഒറ്റ സോഴ്സ് ഫണ്ടേ ഉള്ളൂ, ഡെവലപ്മെൻറ്റ് ഫണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അത് സെലക്ട് ചെയ്തു. അതിന് താഴെ പേയ് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ മുഴുവൻ പേയ്സും ആ ഒരു പ്രോജക്റ്റിലുള്ള മുഴുവൻ ബെനിഫിഷ്യറീസിൻ്റെയും പേര് വന്നിട്ടുണ്ട്. ഒപ്പം ഓരോരുത്തർക്കും കിട്ടേണ്ട എമൗണ്ട് നമ്മൾ നേരത്തെ എൻട്രി ചെയ്ത് കൊടുത്തതാണ്, അതും അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ എംപ്ലോയീസിനെ ആകെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ആകെ തുക അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമ്മൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ പേയ് ഡീറ്റെയിൽസ് ആഡഡ് എന്ന മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പേയ് ഡീറ്റെയിൽസ് സേവ് ചെയ്യാം. ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് ഈ ഡേറ്റ ഒന്ന് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ചോദിക്കുന്നു ഡു യു വാണ്ട് ടു സെൻഡ് ദ ഫയൽ ടു വെരിഫയർ. ഇനി ഇത് വെരിഫയർക്കാണ് പോകുന്നത്. യെസ് കൊടുക്കുക. അപ്പോൾ മെസ്സേജ് വന്നു, ഡേറ്റ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. വെരിഫയറുടെ ലോഗിലെത്തിയ ഫയൽ എന്ത് ചെയ്യുന്നു? വെരിഫൈ ചെയ്യുന്നു. അതിനുശേഷം അപ്രൂവറായ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർക്ക് അയക്കുന്നു. ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ ലോഗിൻ ചെയ്തതിന് ശേഷം അപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ അപ്രൂവ് ചെയ്ത ഫയൽ നേരെ ഓപ്പറേറ്റർക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പറേറ്ററാണ് ഇനി റിക്വസിഷൻ ചെയ്യാൻ പോകുന്നത്. ഓപ്പറേറ്റർ വീണ്ടും ആ നവിക്കോണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫിനാൻസിൽ നേരെ റിക്വസിഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു പേജായിരിക്കും ഓപ്പൺ ചെയ്യുക. അവിടെ ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇത് ഓതറൈസ് ചെയ്യാനായി പ്രസിഡന്റിന് അയക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഓതറൈസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പ്രസിഡന്റിന്റെ പേര് സഹിതം വരികയാണ്. പ്ലീസ് സെലക്ട് ദ പേഴ്സൺ ടു ഫോർവേഡ് ദിസ് ഫയൽ. അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഡാറ്റ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇതോടുകൂടി റിക്വസിഷൻ ചെയ്യുന്നതുവരെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇൻബോക്സിൽ ഇനി ഒന്നുകൂടി ചെന്ന് നോക്കിയാൽ അവിടെ നമുക്ക് ഈ പ്രോജക്റ്റ് കാണാൻ കഴിയില്ല. കാരണം ഇതിപ്പോൾ പ്രസിഡന്റിന്റെ ലോഗിനിലാണ് ചെന്നിരിക്കുന്നത്. ഇനി പ്രസിഡന്റ് അവിടെ നിന്ന് ഈ റിക്വസിഷൻ അപ്രൂവ് ചെയ്ത് നമുക്ക് അയച്ചു തരുമ്പോഴാണ് നമുക്ക് ബില്ലും പ്രൊസീഡിങ്സും ജനറേറ്റ് ചെയ്തതിന് ശേഷം
ട്രഷറിയിലാണെങ്കിൽ ട്രഷറി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത്. റിക്വസിഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടട്ടെ. ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.